അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീച്ചറുടെ ചക്കര കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? ടീച്ചർ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തർത്തീൽ ക്ലാസ്സുമായിട്ടാണ്. തർത്തീലിൽ നമ്മളിപ്പോൾ എന്താണ് പഠിക്കുന്നത്? നമ്മൾ വാവ് മദ്ദാണ് പഠിക്കുന്നത് അല്ലേ? നമ്മൾ അലിഫ് മദ് പഠിച്ചു, യാ മദ് പഠിച്ചു അല്ലേ? ഇപ്പോൾ നമ്മൾ വാവ് മദ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കുറച്ച് കൂട്ടുകാർ പാഠഭാഗങ്ങൾ വായിക്കുന്നത് ഒന്ന് കാണാം അല്ലേ? ഇതോ ബായിട്ടിട്ട് അതിൻ്റെ അടുത്ത് തന്നെ മത്തിട്ടാല് ഇതോ ഇത് ഇതോ ഇത് 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 വെരി ഗുഡ്. ഇതോ ഇത് ടീച്ചറുടെ എല്ലാ മക്കളും ഇതുപോലെ ടീച്ചർക്ക് വീഡിയോ അയച്ചു തരണം. ടീച്ചറുടെ മക്കളെ ഇങ്ങനെ കാണുന്നത് വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഉ ബു തു ഹു ഇത്രയുമാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചറുടെ കുഞ്ഞു മക്കൾ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇവിടെ ഏതക്ഷരമാണ് എഴുതിയിട്ടുള്ളത്? ദൊമ്മയോടുകൂടി ജു അല്ലേ? ജു വെച്ച് നമ്മളൊരു ഫ്രൂട്ടിൻ്റെ പേര് മുമ്പ് പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ജുവാഫ, പേരയ്ക്ക അല്ലേ? ഈ ജൂവിൻ്റെ കൂടെ ഇനി നമുക്കൊരു വാവ് മദ് ചേർക്കാം. അപ്പം ചേർത്ത് എങ്ങനെയാണ് എഴുതുക? ഇതുപോലെ എഴുതും അല്ലേ? അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. ജൂ ജൂ. ടീച്ചറുടെ മക്കൾ ടീച്ചറുടെ കൂടെ വായിച്ച് നോക്കിയേ. ജൂ ജൂ. എളുപ്പമാണോ വായിക്കാൻ? എന്നാൽ നമുക്ക് ഒരുമിച്ച് ഈ ഒരു വാക്ക് കൂടി വായിക്കാം. ടീച്ചറുടെ മക്കൾ നോക്കൂ. ഇവിടെ ആദ്യത്തെ അക്ഷരം ഫു ഫു. രണ്ടാമത്തെ അക്ഷരമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ജു അല്ലേ? ജൂവിൻ്റെ കൂടെ വാവ് മദ്ദുണ്ട്. ജൂ. അടുത്തത് റ. എല്ലാവർക്കും അറിയാം അല്ലേ? അതിനടുത്തത് ഏതാണ് അക്ഷരം? ഹ ഹ. ഹയുടെ കൂടെ എന്താണുള്ളത്? അലിഫ് മദ്ദുണ്ട്. അലിഫ് മദ് ഹായിൻ്റെ കൂടെയുണ്ട്. അപ്പം എങ്ങനെയാ? ഹായെ ഒരൽപ്പം നീട്ടണം. ഹാ ഹാ അല്ലേ? നമുക്കൊന്ന് ചേർത്ത് കൈവച്ച് വായിക്കാം. മക്കൾ ശ്രദ്ധിച്ചിരിക്കണം. ഫു ഫുജൂ ഫുജൂറ ഫുജൂറഹ 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 ഫുജൂറഹ. മക്കൾ ടീച്ചറുടെ കൂടെ പറഞ്ഞിരുന്നോ? എളുപ്പമല്ലേ വായിക്കാൻ? ടീച്ചറുടെ മക്കൾ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ എപ്പോഴും കൈവച്ച് വായിക്കാൻ ശ്രമിക്കണം. ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ? മക്കളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. എന്താണിത്? ഹൂത്ത് ഹൂത്ത്. ഹൂത്ത് എന്ന് വെച്ചാൽ തിമിംഗലം. ഹൂത്ത് എന്ന് എഴുതിയല്ലേ ടീച്ചറുടെ മക്കൾ വാവ് മദ് കാണുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഏത് അക്ഷരത്തിൻ്റെ കൂടിയാണ് വാവ് മദ് വന്നിരിക്കുന്നത്? ഹു ഹു. നമ്മുടെ എരിവലിക്കുന്ന ഹായ്ക്ക് ഇവിടെ തൊമ്മയാണ്. അപ്പോൾ ഹു
ഹൂത്ത് ഹൂത്ത് ഹൂത്ത്. ഇനി എൻ്റെ മക്കൾ നോക്കിയേ, ഇവിടെ എഴുതിയിട്ടുള്ളത് എന്താണ്? ഹോ. ഹോ. ഹോയുടെ കൂടെ വാവ് മദ് വരുമ്പോൾ ഇത്തിരി നീട്ടി പറയും. ഹോ ഹോ. നമുക്ക് ഒരു വാക്ക് കൂടെ വായിക്കാം. ഇവിടെ ആദ്യത്തെ അക്ഷരം ന, നദമോളുടെ. ഓക്കെ, അടുത്ത അക്ഷരമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഹോ. ഹോയുടെ കൂടെ വാവ് മദ്ദുണ്ട്. ഹോ അല്ലേ? അവസാനത്തേത് ബു. ചേർത്ത് വായിക്കാം. ന ഹോ ദു, നഹൂദു നഹൂദു നഹൂദു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നില്ലേ? ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ എഴുതിയത് നമുക്കൊന്ന് വായിക്കാം. ദു ദു. ദൂടെ കൂടെ വാവ് മദ് വന്നപ്പോൾ ഒരല്പം നീട്ടിയില്ലേ? ദു ദു. ഇനി ഇതോ? ലു ലു. ആ നമ്മുടെ റക്കിയമോളുടെ അക്ഷരം, റക്കിയമോളുടെ അക്ഷരത്തിന് ദൊമ്മയാണിവിടെ. അപ്പോൾ ലു ലു. ടീച്ചറുടെ മക്കൾക്ക് എളുപ്പമായിട്ട് വായിക്കാൻ പറ്റുന്നില്ലേ? എന്നാൽ നമുക്കൊരു വാക്ക് കൂടി വായിച്ച് നോക്കാം. എല്ലാവരും റെഡിയാണോ? ഇവിടെ ആദ്യത്തെ അക്ഷരം ഹു. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ദൂ അല്ലേ? ദൂയുടെ കൂടെ വാവ് മദ്ദുണ്ട്. അപ്പോൾ ദൂ. അവസാനം ഫത്തഹിട്ട ദ. അപ്പോൾ ചേർത്ത് വായിക്കാം. ഹുദൂദ ഹുദൂദ ഹുദൂദ. വായിക്കാൻ പറ്റുന്നില്ലേ? നല്ല സിമ്പിൾ വാക്കാണല്ലേ? അപ്പോൾ ഇനി നമുക്ക് 1-2 അക്ഷരം കൂടെ നോക്കിയാലോ? റെഡിയല്ലേ? ഈ വാക്ക് ടീച്ചറുടെ മക്കൾ ശ്രദ്ധിച്ചോ? ഇവിടെ വാവ് മദ്ദോട് കൂടി വന്നിട്ടുള്ളത് ഏതക്ഷരമാണ്? റു അല്ലേ? റൂയുടെ കൂടെ വാവ് മദ്ദുണ്ട്. അപ്പോൾ റൂ റൂ. നമുക്ക് ഈ വാക്കൊന്ന് മുഴുവനായി വായിക്കാം. ബിറൂഹി ബിറൂഹി ബിറൂഹി. അപ്പോൾ എല്ലാ ചക്കര കുട്ടികൾക്കും റൂ മനസ്സിലായല്ലോ. എന്നാൽ പിന്നെ ഇതെന്തായാലും മനസ്സിലാവും അല്ലേ? സൂ സൂ സൂ. പറയാനും നല്ല എളുപ്പമാണല്ലേ? ഇവിടെ 2 വാവ് മദ്ദുള്ള അക്ഷരങ്ങളുണ്ട് അല്ലേ? ആദ്യത്തേത് സു സു സു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേത് ഷു ഷു ഷു. ഷൂ വെക്കുന്ന ശമ്പളം വെച്ചിന് ഓർമ്മയില്ലേ? ആ ഷൂ ഷൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും അക്ഷരങ്ങൾ മതി. അപ്പോൾ എല്ലാ കുഞ്ഞു മക്കളും കൈവച്ച് മക്കളുടെ ടെക്സ്റ്റ് ബുക്കിലും വർക്ക് ബുക്കിലും ഒക്കെ കുറേ കുഞ്ഞു വാക്കുകളുണ്ട്. അത് ഓരോ ദിവസം ഒരു 2 എണ്ണമെങ്കിലും വായിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ടീച്ചർ ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.